സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഇന്നലത്തെ ഭക്തി ഇന്നേക്ക് മതിയാകില്ല, ഇന്നത്തെ ഭക്തി നാളേക്ക് മതിയാകില്ല. അതാത് ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവിക ഉദ്ദേശങ്ങൾ പ്രാപിക്കണമെന്നുള്ളത്, അതാകുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം. ദൈവം നമ്മെക്കുറിച്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അതാത് ദിവസങ്ങളിൽ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടു പോകുമ്പോൾ ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നാം വളരും. പൗലോസിന്റെ ആശ അതായിരുന്നു. ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് വളരണമെന്നായിരുന്നു പൗലോസിന്റെ ആശ. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ടു തന്നെ കൈക്കൊണ്ടതിനാൽ, എന്താണ് പറയുന്നത്? കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ വചനമാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് എന്താണ് പറയുന്നത്? തെസ്സലോനിയ സഭയിലേക്ക് ചെന്നിട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് എന്താണ്? ഞാൻ പറയുന്നതായ പ്രസംഗം മനുഷ്യന്റെ വാക്കുകൾ എന്നല്ലാതെ, എൻ്റെ വാക്കുകൾ എന്നല്ലാതെ, ദൈവത്തിൻ്റെ വചനമെന്ന രീതിയിൽ നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് ആ വചനം നിങ്ങളിൽ എന്താണ് ചെയ്തത്? ആ വചനം നിങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ച കാര്യം നിവർത്തിക്കുവാനിടയായി, നിങ്ങളിൽ തന്നെ അത് നിറവേറുവാൻ ഇടയായി എന്നാണ് അർത്ഥം. ആ വചനം നിങ്ങളിൽ വ്യാപരിക്കുവാൻ ഇടയായി. ഇന്നുള്ളതായ സഭകളിൽ നേരം പോക്കിന് വേണ്ടി വചനം കേൾക്കുന്ന അനേകം ആളുകളുണ്ട്. രസത്തിനു വേണ്ടി വചനം കേൾക്കുന്ന അനേകം ആളുകളുണ്ട്. പകുതി പകുതി കേട്ടുപോകുന്ന അനേകം ആളുകളെ കാണാൻ കഴിയും. കേട്ടതായ വചനത്തെ വിമർശിക്കുന്ന ആളുകളെ കാണുവാൻ കഴിയും. കേട്ടിട്ട് മറന്നുപോകുന്നതായ വ്യക്തികളുമുണ്ട്. അതുകൊണ്ട് എത്രയോ കാലമായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായിട്ട് മാറുന്നില്ല. ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിങ്ങളിൽ നിറവേറുന്നില്ല. നോക്കുക, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു പദ്ധതിക്ക് വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുക്കാനിടയായി. അവൻ്റെ രക്തം കൊടുത്ത് നിങ്ങളെ വാങ്ങി, അവൻ്റെ രക്തത്താൽ നിങ്ങളെ കഴുകാനിടയായി. അവൻ്റെ സാക്ഷികളായിട്ട് നിങ്ങളെ നിർത്തിയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അവന് വലിയൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമെന്നുണ്ട് എങ്കിൽ, ഒരു ഡോക്ടറാകണമെങ്കിൽ എത്ര നാളാണ് പഠിക്കേണ്ടത്? ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എത്ര വർഷം പഠിക്കണം? അല്ലാതെ വേണമെങ്കിൽ ഒരു ദിവസം പഠിച്ചിട്ട് എക്സാം എഴുതിക്കൂടെ? അങ്ങനെ ചെയ്യാൻ കഴിയുമോ? പടിപടിയായിട്ട് ഓരോ ദിവസവും അല്പാൽപമായിട്ടാണ് നമ്മൾ കയറി വരുന്നത്. ആദ്യം തവളയൊക്കെയാണ് പിടിച്ചിട്ട് കീറി നോക്കുന്നത്. അല്ലാതെ ആദ്യം തന്നെ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ തന്നെ കാറ്റുപോകും. ദൈവത്തിൻ്റെ പദ്ധതി അത് എൻ്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ 6,03,550 ആളുകളിൽ വെച്ച് ദൈവം നോക്കിയപ്പോൾ ദൈവത്തിന് ഒരാളെ കാണുവാൻ കഴിഞ്ഞുള്ളൂ. ദൈവത്തിന് പദ്ധതി ചെയ്യുവാൻ വേണ്ടി ഒരു വ്യക്തി മാത്രം മതി. ദൈവത്തെ അനുസരിക്കുന്നതായ ഒരു വ്യക്തി മാത്രം അവന് മതി. അങ്ങനെയെങ്കിൽ ഈ പട്ടണത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഈ ദേശത്തെ ഞാൻ കാക്കാമെന്ന് ദൈവം പറഞ്ഞു. ഇന്നുള്ള മനുഷ്യർക്ക് ആ ഒരു ആഗ്രഹമില്ല. മഴയത്ത് നമ്മളാണ് ആലയത്തിൽ വരുന്നതാണ് നാം ചിന്തിക്കുന്നത്. റോഡിൽ നോക്ക്, അനേകം ആളുകൾ ആലയത്തിൽ പോകുന്നവരുണ്ട്. അതുപോലെ മറ്റു ചിലരുണ്ട്. എവിടേക്ക് പോകുന്നു? എവിടേക്കാണ് പോകുന്നത്? താങ്ക്സ് ഗിവിംഗ് ഡേ. ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ ഡിസ്കൗണ്ടിൽ കിട്ടുന്നതായ സമയമാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. പിന്നെ പോയാൽ നമുക്കത് കിട്ടില്ല. ഇന്ന് തന്നെ ഷോപ്പിംഗ് ചെയ്യാം, നമുക്ക് പോകാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂവി കാണാൻ പോകാം. അങ്ങനെ പറഞ്ഞിട്ട് അനേകം ആളുകൾ ഓടുന്നു. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവനെ നോക്കുക. ദൈവം ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കണം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയണം. അതാണ് എന്നുള്ളതായ ആഗ്രഹം നമ്മിൽ വരണം. മോശ കൽപ്പിച്ചത് അതുപോലെ തന്നെ യോശുവ അനുസരിച്ചു. ഒന്നുപോലും അവൻ വിട്ടുകളഞ്ഞില്ല. അതുകൊണ്ട് അവനെ ഏതെല്ലാം രീതിയിൽ ദൈവം ഉപയോഗിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു പണിക്കാരനായിരുന്നതായ മനുഷ്യൻ
ദാസനായിട്ട് മാറാനിടയായി. ഒരു നിമിഷം നമുക്ക് ആ വാക്യങ്ങൾ കൂടി നോക്കാം. 79 വർഷത്തിൽ ഞാൻ വാങ്ങിയ ബൈബിളാണിത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളാണ്. എന്നാണ് വാങ്ങിയത്? 79. ഇപ്പോൾ ഏത് വർഷമാണ്? അതുകൊണ്ടാണ് പേപ്പറുകളൊക്കെ ഒട്ടിയിരിക്കുന്നത്, മുഷിഞ്ഞിരിക്കുകയാണ്. ഇത് ഒരുപാട് വർഷം ആയതുകൊണ്ടാണ്. ഇങ്ങനെ വായിച്ച് മാറ്റിവെച്ചിരിക്കുന്നതായ ഒരു 50-60 ബൈബിളുകൾ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? ഒരു 50,000-60,000 രൂപയുണ്ടോ? ഒരു 10 സ്വർണ്ണമോതിരമുണ്ടോ? കാണും. ഇവയെല്ലാം കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇതിനേക്കാൾ വലിയ സമ്പത്ത് മറ്റൊന്നും തന്നെ ഇല്ല. നിങ്ങൾ ബൈബിൾ വായിക്കുക, ബൈബിൾ ധ്യാനിക്കുക, ബൈബിൾ പഠിക്കുക. വീട്ടിൽ ഒരു ബൈബിളല്ല, എല്ലാവർക്കും ഓരോരോ ബൈബിൾ ഉണ്ടായിരിക്കണം. അതുപോലെ ഞാനിപ്പോൾ ആലോചിക്കുന്നു, ഓരോ മുറിയിലും ഓരോ ബൈബിളുകൾ ഉണ്ടായിരിക്കണം. ബെഡ്റൂമിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം, കിച്ചണിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം, നീ ഫ്രണ്ടിൽ ഇരിക്കുന്നിടത്ത് ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഹാളിലൊന്നുണ്ടായിരിക്കണം, TV കാണുന്ന ആ സ്ഥലത്തും ഒരെണ്ണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിനക്ക് അത് കാണുമ്പോൾ ഭയമുണ്ടാകൂ. അതുപോലെ തന്നെ എല്ലായിടത്തും കുറേ ബൈബിളുകൾ കൊണ്ടുവച്ചിട്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നിങ്ങൾ ബൈബിൾ പഠിക്കണം, പഠിച്ചിട്ട് വ്യക്തമായിട്ടത് ധ്യാനിക്കണം. ശരി, എടുക്കുക. പുറപ്പാട് പുസ്തകം 24-ാമത്തെ അധ്യായം, അതിന്റെ 13-ാമത്തെ വാക്യം. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. 33-11 വായിക്കാം. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായിട്ട് സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരൻ എന്ന് പറയുന്നു. അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കാം. ശുശ്രൂഷക്കാരനും അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ആരാണ് ഇവൻ? ഇവന്റെ പേരെന്താണ്? അതായത് അവൻ ശുശ്രൂഷക്കാരനായിട്ട് അവിടെ വേല ചെയ്യുവാനിടയായി. അവൻ പ്രായമുള്ളപ്പോൾ അല്ലായിരുന്നു. ഏത് സമയത്താണ് ശുശ്രൂഷക്കാരനായത്? അതായത് ജോലിക്കാരന് വേണ്ടി ജോലിക്കാരൻ ശുശ്രൂഷ, ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. ഏതു സമയത്താണ് അവൻ ശുശ്രൂഷക്കാരനായിട്ട് നിന്നത്? യൗവനപ്രായത്തിൽ. യൗവനക്കാലത്ത് ഒരു 20 വയസ്സുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 21 വയസ്സായിരിക്കാം. അവൻ്റെ യൗവനപ്രായത്തിൽ ശുശ്രൂഷയ്ക്ക് വന്നു. മോശ എത്ര ശമ്പളം കൊടുത്തെന്ന് എനിക്കറിയില്ല. എത്ര ശമ്പളം കൊടുത്തിരിക്കുക? യൗവനപ്രായത്തിൽ ശുശ്രൂഷ ചെയ്യാനിടയായി. ഇവിടെ ആയിരിക്കുന്ന യൗവനക്കാരെല്ലാം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യൗവനപ്രായത്തിൽ തന്നെ ദൈവത്തിനെ ഏൽപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ നടക്കണമെങ്കിൽ യൗവനപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വേല ചെയ്യുക. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക, ദൈവത്തിന്റെ വേല ചെയ്യുക. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിന്റെ വിയർപ്പിനെ നീ ഒഴുക്കുക, കഷ്ടപ്പെടുക. ശുശ്രൂഷക്കാരനായിരുന്ന യൗവനക്കാരൻ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? 32-17 വായിക്കുന്നു. ജനം ആർത്തു വിളിക്കുന്ന കോശം യോശുവ കേട്ടപ്പോൾ, അതായത് അവൻ കേൾക്കുന്നവനായിരുന്നു, അവൻ ശ്രദ്ധിക്കുന്നവനായിരുന്നു. അവൻ അവിടെ ആ സമയത്ത് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന സമയം മോശയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. കാത്തു നിന്നതിന് ശേഷം മോശയോട് ചേർന്ന് പാളയത്തിലേക്ക് വരുമ്പോൾ ജനം ബിംബമുണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന സമയത്ത് വാദ്യഘോഷവുമായിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് അത് മോശയുടെ മുൻപിലാണോ നടക്കുന്നതെന്ന് എനിക്ക് വാസ്തവമായിട്ട് അറിയാൻ കഴിയുന്നില്ല. ഇത് കേട്ടിട്ട് അവിടെ എന്തോ കാര്യം നടക്കുന്നുണ്ട്, അവിടെ എന്തോ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്ന് യോശുവ കേട്ടിട്ട് മോശയോട് പറയുവാനിടയായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? നല്ല ഒരു കേൾവിക്കാരൻ, ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരുന്നു. വേഗത്തിൽ കേൾക്കുകയും അതുപോലെ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വ്യക്തി ആയിരുന്നു. ശേഷം പുറപ്പാട് 17-9 വാക്യം. അപ്പോൾ മോശ യോശുവയോട് നീ ആളുകളെ തിരഞ്ഞെടുത്ത് എന്ന് വായിക്കുന്നു. അതിനുശേഷം പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, മനുഷ്യരെ തിരഞ്ഞെടുത്തുകൊണ്ട് പുറപ്പെട്ടു പോയി യുദ്ധം ചെയ്യുക എന്ന് നാം ഇവിടെ വായിക്കുന്നു. എന്താണ് നാം ഇവിടെ കാണുന്നത്? അവൻ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നു. മനുഷ്യരെ അവൻ ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, യുദ്ധത്തിന് കൊള്ളാവുന്നതായ ആളുകളെ. മോശ ആരുടെയും പേരവിടെ പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും മോശ പറഞ്ഞ് അനുസരിച്ച് ചെയ്യണമെന്നല്ല. ഇവിടെ അവന് പ്രത്യേക ചില ഉത്തരവാദിത്തമുണ്ട്. ഒരു പണിയെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകളോടാണെങ്കിൽ കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറയേണ്ടി വരും. എന്നാൽ എത്ര സമർത്ഥനാണെന്ന് നോക്കുക. ആളുകളെ തിരഞ്ഞെടുത്തിട്ട് യുദ്ധം ചെയ്യിച്ചു. ഞാൻ ശുശ്രൂഷക്കാരനാണ്, എനിക്കൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാറിയില്ല.
അവനൊരു പോരാളിയായിരുന്നു. അവൻ യുദ്ധം ചെയ്തു. അടുത്തത് എന്താണ്? നമുക്ക് നോക്കാം. സംഖ്യാപുസ്തകം 14:30. ഇവിടെ എന്താണ്? ദൈവം പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത്രയും ആളുകളിൽ യോശുവയും കാലേബും മാത്രമേ ദേശത്ത് കടക്കുകയുള്ളൂ. കാലേബും യോശുവയും മാത്രമേ മുൻപോട്ട് പോവുകയുള്ളൂ. ശേഷം യോശുവ 18:10. അപ്പോൾ യോശുവ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്കു വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രവിഭാഗ പ്രകാരം ദേശം വിഭാഗിച്ചു കൊടുത്തു. ആരാണ് പങ്കുവെച്ചു കൊടുത്തത്? ദൈവം കൊടുത്തതായ വാഗ്ദത്ത ദേശം മുഴുവനും ഇസ്രായേൽ മക്കൾക്കെല്ലാം പങ്കുവെച്ചു കൊടുക്കുവാനുള്ളതായ ഉത്തരവാദിത്തം ദൈവം അവനെ ഏൽപ്പിച്ചു. മോശയ്ക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല. വാഗ്ദത്ത ദേശം പ്രാപിച്ചെടുത്തതിന് ശേഷം മറ്റുള്ള ആളുകൾക്ക് അത് പങ്കുവെച്ചു കൊടുക്കുവാനുള്ളതായ ഭാഗ്യം. ഇന്ന് നോക്കുക, ആളുകൾ എത്രമാത്രം സ്വാർത്ഥരാണ് പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ. ഭരണകർത്താക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ധനവാന്മാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്നതായിട്ടുള്ള ടാക്സ് അത് സാധാരണക്കാർക്ക് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുവാൻ ഇടയാകണം. അത് നീതിയോടുകൂടി സത്യസന്ധതയോടുകൂടി പക്ഷാഭേദം കാണിക്കാതെ തന്നെ ചെയ്യുവാൻ ഇടയാകണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ തന്നിട്ട് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറയുകയാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കും? എങ്ങനെയായിരിക്കും അത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണം തന്നിട്ട് നിങ്ങളത് പങ്കുവയ്ക്കുവാൻ പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തക്കാർക്ക് നിങ്ങൾ എങ്ങനെയത് ഏത് രീതിയിലാണ് പങ്കുവയ്ക്കുന്നത്? നിന്റെ അനുജന്, അനുജത്തിക്ക്, നിന്റെ അകന്ന ബന്ധുക്കൾക്ക് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുവാനായിട്ടിടയാകുന്നു. എന്നാൽ ഇവിടെ യോശുവ എത്ര വിശ്വസ്തനാണെന്ന് നോക്കുക. നീതിയോടുകൂടി പങ്കുവയ്ക്കുവാനിടയായി. എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. 19:49. അവിടെ തന്നെ യോശുവ 19:49. അവർ ദേശത്തെ അതിർത്തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും, അതായത് എല്ലാവർക്കും പങ്കുവച്ച ശേഷം നൂന്റെ മകനായ യോശുവയ്ക്കും എന്താണ്? തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്തു. ഇവനെടുത്തില്ല. പിന്നീട് അവരാണ് ഇവനൊരു അവകാശം കൊടുത്തത്. എന്തൊരു നേതാവാണ്! നോക്കൂ, എത്ര നല്ല ദൈവദാസൻ! എന്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം! ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദൈവവേല എങ്ങനെ നടക്കുമെന്നറിയാമോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ദേശം എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കുമെന്നറിയാമോ? ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ സഭ എത്രത്തോളം വളരുമെന്നറിയാമോ നിങ്ങൾക്ക്? വിശ്വസ്തയോടെ പങ്കുവെച്ചു കൊടുക്കുവാനിടയായി. അവൻ സ്വന്തമായിട്ടൊന്നും എടുക്കാതിരുന്നപ്പോൾ അവർ കൊടുത്തത് അവൻ അതുപോലെ സ്വീകരിക്കുവാനിടയായി. ഇതാണോ അവസാനം എനിക്ക് കിട്ടിയത്? അവസാനം അവരെന്താണോ കൊടുത്തത് അതായിരുന്നു അവൻ സ്വീകരിച്ചത്. അവർ കൊടുത്തതാണ് സ്വീകരിക്കുവാനിടയായത്. അത്രമാത്രം ശ്രേഷ്ഠനായ മനുഷ്യൻ, നിസ്വാർത്ഥനായ മനുഷ്യൻ. 24:1. അനന്തരം യോശുവ ഇസ്രായേൽ ഷേക്കേമിൽ കൂട്ടി. ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ കൂട്ടിവരുത്തുവാനിടയായി. ഇന്ന് നമുക്ക് കുടുംബ പ്രാർത്ഥന ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടായിരിക്കുന്ന അപ്പനെയും അമ്മയെയും മക്കളെയും ഒരുമിച്ച് കൂട്ടുവാൻ കഴിയുന്നില്ല. അവർ വരുന്നില്ല. എൻ്റെ മോളാണെങ്കിൽ പറഞ്ഞിട്ട് വരുന്നില്ല, അവനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു, അവൻ സമയത്ത് വരില്ല, അതുകൊണ്ട് പ്രാർത്ഥനയില്ല. ഒരു ചെറിയ ചർച്ചിൽ എല്ലാവരെയും കൂട്ടിവരുത്തുക എന്ന് പറയുമ്പോൾ 10 പേരാണ് വന്നത്, 20 പേരാണ് വന്നത്, അല്ലെങ്കിൽ 100 പേരാണ് വന്നത്, എന്താണ് ചെയ്യേണ്ടത്? ചർച്ചിൽ ഒരുപാട് അംഗങ്ങളുണ്ട്, എന്നാൽ ഇത്രമാത്രം ആളുകളെ വന്നുള്ളൂ എന്ന് ഒഴിവുകഴിവ് പറയുകയാണ്. എങ്ങനെ ഇവരെ കൂട്ടിവരുത്തി എന്ന് നോക്കുക. മൂപ്പന്മാരെ കൂട്ടിവരുത്തി, തലവന്മാരെ കൂട്ടിവരുത്തി, ന്യായാധിപന്മാരെയും കൂട്ടിവരുത്തി. ഈ പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂട്ടിവരുത്തിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തി. അബ്ബാ. ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന 10 പേർ നമ്മുടെ സഭയിലുണ്ടെങ്കിൽ സഭ എത്ര വേഗത്തിൽ വളരുമെന്ന് നിങ്ങൾക്കറിയാമോ? ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ സഭ അനുഗ്രഹിക്കപ്പെടുമെന്നറിയാമോ? കൂട്ടിച്ചേർക്കുന്ന ആളുകൾ. അതിനുശേഷം വായിക്കാം സംഖ്യാപുസ്തകം 27:18 വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ചു. അവൻ അഭിഷേകമുള്ളവനായിരുന്നു. മനസ്സിലായോ? അത് ദൈവം പറയുകയാണ്. മോശ അവനെ അഭിഷേകം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. അവൻ ദൈവത്തിന്റെ ആത്മാവുള്ളവനായിരുന്നു. അവൻ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. ഈ കാലത്തുള്ള ആളുകൾക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന ആഗ്രഹമേ ഇല്ല. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളതായ ഉദ്ദേശങ്ങൾ
അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ മുന്നറിഞ്ഞതായ ദൈവം, ആ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിന്നിൽ കാണുന്നതായ സമയത്ത്, ആ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവദാസൻ നിന്നെ അനുഗ്രഹിച്ച് അയക്കുന്നതായ ആ സമയത്ത് നീ അനുഗ്രഹിക്കപ്പെടും, നീ വലിയവനാവും, നിന്റെ ജീവിതത്തിൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. അവൻ അഭിഷേകമുള്ളവനായിരുന്നു. അടുത്തത് ആവർത്തന പുസ്തകം 3-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. ഈ യോർദാൻ നീ കടക്കിയില്ല, യോശുവയോട് കൽപ്പിച്ചത് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക, അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും, നീ കാണുന്ന ദേശം അവനവർക്ക് അവകാശമായി പങ്കിട്ടു കൊടുക്കും എന്ന് ദൈവം മോശയോട് പറയുകയാണ്. അവനെ ധൈര്യപ്പെടുത്തുക, ഉറപ്പിക്കുക, അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും, ആ ദേശം അവൻ വിഭാഗിച്ചു കൊടുക്കും. അവൻ നേടിയെടുക്കുന്ന വ്യക്തിയാണ്. ദൈവം പറഞ്ഞു, നീ കാൽ ചവിട്ടുന്ന ദേശം നിനക്ക് നൽകാമെന്ന്. അതിനുവേണ്ടി അത് കെട്ടിട്ട് കിടന്ന് ഉറങ്ങിയതുകൊണ്ട് കാര്യമുണ്ടാകില്ല. നീ കാൽ വയ്ക്കുന്ന സ്ഥലം നീ കൈവശമാക്കിയെടുക്കണം. അവിടെയുള്ള ശത്രുക്കളെ നീ കീഴടക്കണം. ഇസ്രായേൽ 6 തരത്തിലുണ്ടായിരുന്നതായ അവിടുത്തെ ശത്രുക്കളെ 6 വർഷത്തോളം അവരോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി വാഗ്ദത്ത ദേശം കൈവശമാക്കാനിടയായി. അത് എളുപ്പമുള്ളതല്ല. എന്നാൽ ഈ ദിവസം അല്പമെങ്കിലും നിന്റെ മനസ്സിൽ ഈ യോശുവയെ കാണുന്നതായ സമയത്ത് എനിക്കും അങ്ങനെ തന്നെ ആകണം, അതുപോലെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. എൻ്റെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികൾ ഉണ്ടായിരിക്കാം. എൻ്റെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം. എനിക്കെന്തുകൊണ്ട് ഉയർച്ച ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ഞാൻ പണിക്കാരനായിട്ട് തന്നെ നിൽക്കുന്നു? ശുശ്രൂഷക്കാരനായിട്ട് തന്നെ ഞാൻ അവശേഷിക്കുന്നു? പ്രസംഗിക്കുന്ന വ്യക്തിയായിട്ട് മാത്രം നിൽക്കുന്നു? എനിക്കിനിയും ഒരു വളർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നാണോ? മനുഷ്യർ ആരും എനിക്ക് അവസരം നൽകുന്നില്ല, എന്നെ എല്ലാവരും പിന്മാറ്റുകയാണ് ചെയ്യുന്നത്, എന്നെ എല്ലാവരും ഒതുക്കിക്കളയുകയാണ് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ദൈവം നിന്നെ ഉയർത്തുമ്പോൾ ആർക്കും തടയാൻ കഴിയില്ല. മരത്തിന്റെ കീഴെ മറ്റൊരു മരം വളരില്ല. എപ്പോഴും മോശയോട് തന്നെ നിൽക്കുകയാണെങ്കിൽ യോശുവയുടെ ജീവിതത്തിൽ എപ്പോഴും ശുശ്രൂഷക്കാരനായിരിക്കും. മോശയുടെ കൂടെ നിന്നാൽ നിനക്ക് എങ്ങനെ വളരുവാൻ കഴിയും എന്ന് എല്ലാവരും അവനെ ഉപദേശിച്ചു കാണും. മോശയുടെ കൂടെ നീ നിൽക്കുകയാണെങ്കിൽ നീ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ എന്നെല്ലാവരും പറഞ്ഞു കാണും. മനുഷ്യരുടെ സ്വഭാവം എന്താണ്? മറ്റുള്ളവരെ വേർപിരിക്കുന്നതിൽ, പിണക്കുന്നതിൽ അവർ താല്പര്യമുള്ളവരാണ്, പലരെയും തെറ്റിക്കുന്നതിന്. എന്നാൽ യോശുവ എന്താണ് തീരുമാനിച്ചത്? എന്നെ വിളിച്ചത് ദൈവമാകുന്നു. ദൈവം എന്നോട് പറയുന്നതുവരെയും ദൈവത്തിൻ്റെ പണിയിൽ തന്നെ ഞാൻ മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് യോശുവയുടെ പ്രാർത്ഥന. യോശുവ 7-ാമത്തെ വാക്യം. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണുകിടന്നു. 7-ാമത്തെ വാക്യത്തിൽ അയ്യോ കർത്താവായ യഹോവേ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അയ്യോ കർത്താവായ യഹോവേ, കർത്താവായ യഹോവേ, ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നത് എന്ത്? ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നെങ്കിൽ മതിയായിരുന്നു. കർത്താവേ കരുണ കാട്ടണമേ. യഹോവേ, ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു? യഹോവേ, ഞാനിപ്പോൾ എന്താണ് പറയേണ്ടത്? ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ഇതെല്ലാം പ്രാർത്ഥനയാണ്. ദൈവമേ, കർത്താവേ, വസ്ത്രം കീറിക്കൊണ്ട് സാഷ്ടാംഗം വീണുകിടന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എത്ര ഭാരത്തോടു കൂടിയുള്ള പ്രാർത്ഥന എന്ന് നോക്കൂ. അവൻ കരയുകയാണ്. ചിലർ വിചാരിക്കുമോ യോശുവ എന്തെങ്കിലും പാപം ചെയ്തിരിക്കുന്നുവെന്ന്. അവൻ എന്തുകൊണ്ടാണ് കരയുന്നത്? എന്തിനാണ് അവൻ കരയുന്നത്? ഹായി പട്ടണത്തിന് നേരെ ചെന്നതായി ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടുപോയി. അനേകർ കൊല്ലപ്പെട്ടു. പരാജയപ്പെട്ടു പോയ അവർക്ക് വേണ്ടി ആക്കാൻ ചെയ്തതായ പാപം കാരണം പരാജയപ്പെട്ടവർക്ക് വേണ്ടി യോശുവ കരയുന്നു. സഭയ്ക്ക് വേണ്ടി കരയുന്ന ദൈവദാസന്മാരെയാണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. സഭയിലെ ജനങ്ങൾ ദൈവത്തെ വിട്ട് അകന്നു പോവുകയാണെങ്കിൽ മാറത്തടിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ആളുകളാണ് വേണ്ടത്. അല്ലാതെ നിന്റെ വിധിയാണ്, നിനക്ക് അങ്ങനെ തന്നെ വരണം എന്ന് പറയുന്ന അനേകം ആളുകളെ കാണാൻ കഴിയും. ദൈവമക്കൾക്ക് വേണ്ടി കരയുന്ന ദൈവദാസന്മാരെ വേണം. മോശ കരയുവാനിടയെ, കർത്താവേ, നിന്റെ മക്കളെ ഒന്നും നീ ചെയ്യരുതേ, ഇത്രത്തോളം അവരെ നടത്തിക്കൊണ്ടുവന്നല്ലോ. ഇല്ല, നീ മിണ്ടരുത്, ഞാൻ ഇവരെ ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട കർത്താവേ, വേണ്ട കർത്താവേ. അതുതന്നെയാണ് യോശുവയും കണ്ടത്. യോശുവ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അതേ ആത്മശക്തി യോശുവയിൽ കാണുവാനായിട്ട് കഴിയും. പരാജയം സംഭവിച്ചപ്പോൾ നിന്റെ നാമമാണ്, നിന്റെ നാമമാണ്, നിന്റെ നാമമാണ്. ഇവിടെ മനുഷ്യരെ സംബന്ധിച്ച് ഒരു വ്യക്തി പാപം ചെയ്യുകയാണെങ്കിൽ
ആർക്കാണ് അതിൻ്റെ നഷ്ടമുണ്ടാകുന്നത്? ദൈവത്തിൻ്റെ നാമത്തിനാണ്. ദൈവനാമത്തിനാണ് ലജ്ജ, ദൈവനാമത്തിനാണ് അപമാനമുണ്ടാകുന്നത്. നീ കർത്താവിൽ വിശ്വസിച്ച് മനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷം വിശ്വാസിയായി ജീവിക്കുന്ന സമയത്ത് നീ അപമാനകരമായ പാപകരമായ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നീ പാപം ചെയ്തു, നീ അനുഭവിക്കുന്നു പറഞ്ഞ് വിട്ടുകളയുകയല്ല, അതു കാരണമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിന് എത്രത്തോളം അപമാനമുണ്ടാകുന്നുവെന്നറിയാമോ? യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം കത്തിയുടെ മേൽ നടക്കുന്നത് പോലെയാണ്. കത്തിമേൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ അനുഭവം എന്താണ്? കാല് മുറിയുവാൻ പാടില്ല, താഴെ വീഴുവാൻ പാടില്ല, തെറ്റിപ്പോകുവാൻ പാടില്ല. ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ അത്രത്തോളം തീക്ഷ്ണതയുള്ളവരായിരിക്കണം. യോശുവ ആത്മസാന്നിധ്യമുള്ള വ്യക്തി, പ്രാർത്ഥനാ മനുഷ്യൻ ആയിരുന്നു. എന്താണ് പറയുന്നത്? കർത്താവേ, ഞങ്ങളെ നീ കൈവിട്ട് കളയരുതേ, നിന്റെ നാമത്തിന് അപമാനം സംഭവിക്കരുതേ. ഈ രണ്ട് പ്രധാനപ്പെട്ടതായ പോയിന്റുകൾ കാണാൻ കഴിയും. മറ്റൊരു തവണ പ്രാർത്ഥിച്ച സമയത്ത് എന്താണ് പറഞ്ഞത് നോക്കുക. യോശുവ 10:12 എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. എന്താണ്? യോശുവ യഹോവയോട് പ്രാർത്ഥിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. സൂര്യ, നീ ഗിബയോനിലും, ചന്ദ്ര, നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. അതാണ്. എന്തൊരു പ്രാർത്ഥനയാണിത്! ഭക്തിയും വിശ്വാസമില്ലാത്തതായ പ്രാർത്ഥനയാണ് ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ച ശേഷം ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു വ്യക്തി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്, അനുതാപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ ആ പ്രാർത്ഥനയുടെ മേൽ അവർക്ക് ദൈവം അധികാരം കൊടുക്കും. സൂര്യനെ പിടിച്ചു നിർത്തുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ചന്ദ്രനെ തടയുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ആ ഒരു ദിവസം മുഴുവനും സൂര്യനും ചന്ദ്രനും നിശ്ചലമായിപ്പോയി. കാലത്തെക്കുറിച്ച് കണക്ക് കൂട്ടുന്ന ശാസ്ത്രജ്ഞന്മാർ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഒരു ദിവസം മിസ്സായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിളിൽ അറിയാവുന്നതായ ഒരു വ്യക്തി പറഞ്ഞുകൊടുത്തു, ഇതാ ഇവിടെയാണ്, ഇവിടെ ഒരു ദിവസം കുറയുവാനിടയായി. ദൈവം അങ്ങനെ ചെയ്യാനിടയായി. അതുപോലെ തന്നെ ഹിസ്കിയാവിന്റെ കാലത്ത് കുറച്ച് നിമിഷങ്ങൾ വെട്ടിക്കുറച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോശുവ ചെയ്തതായ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയായി. 10:14 യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. നോക്കുക, എത്ര അത്ഭുതമാണ്! ഒരു മനുഷ്യന്റെ വാക്കു കേട്ടിട്ട് ദൈവം ചെയ്തതായ ഈ അത്ഭുതം പോലെ മറ്റൊരു ദൈവദാസന്റെ പ്രാർത്ഥന കേട്ടിട്ടും ചെയ്തിട്ടില്ല. എന്താണ്? ഇന്ന് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ മഴ തകർത്ത് പെയ്യും. മഴ പെയ്യാതിരിക്കുമ്പോൾ പെയ്യുവാൻ പറഞ്ഞാൽ പെയ്യുകയും ഇല്ല. എന്നാൽ ദൈവം പറഞ്ഞിട്ട് അല്ലാതെ ഒരുപക്ഷെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് അബദ്ധവശാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, മഴ പെയ്യുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? അയ്യോ, ദൈവദാസൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദാസനെ പുകഴ്ത്തുകയാണ്. അല്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തില്ല. ആകാശത്തെ സൃഷ്ടിച്ചവൻ, കാറ്റ് അടിപ്പിക്കുന്നവൻ അവനാണ്. ആ ദൈവത്തെ ആളുകൾ മറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ യോശുവ പ്രാർത്ഥിച്ചതായ സമയത്ത് സൂര്യൻ നിശ്ചലമായി, ചന്ദ്രൻ നിന്നുപോയി. എന്നാൽ അത് സംഭവിച്ചത് ആരിൽ കൂടിയാണെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ യഹോവ തന്നെയായിരുന്നു. യഹോവ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. അതായത് ക്യാപ്റ്റൻ ആരാണിവിടെ? അവിടെ രാജാവ് യഹോവയായിരുന്നു. അവൻ അവരുടെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്തത് കൊണ്ടാണ് ജയിക്കുവാനിടയായത്. അവനായിരുന്നു മഹാരാജാവ്. യോശുവ 8:35 മോശെ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോടുകൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ യോശുവ, നാം അവിടെ വായിക്കുമ്പോൾ യോശുവ അതെല്ലാം വായിച്ച് കേൾപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്താണ് ഇവിടെ വായിക്കുന്നത്? മോശെ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. അതായത് ഒരു വാക്കുപോലും വിട്ടുകളയാതെ മുഴുവനും വായിച്ചു കേൾപ്പിച്ചു. ഇതാണ് അവന്റെ പ്രത്യേകത. പറഞ്ഞു കൊടുത്തത് ഒന്നുപോലും ഒഴിവാക്കാതെ പൂർണ്ണമായിട്ട് വായിച്ചു കേൾപ്പിക്കാനിടയായി. ഒരു വാക്കുപോലും വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താതെ ജനത്തെ വായിച്ചു കേൾപ്പിച്ചു. ഇപ്പോൾ നാം എന്താണ് പഠിച്ചത്? നാം പഠിച്ച വിഷയങ്ങളെ ഒരിക്കൽ കൂടി നോക്കാം. എന്താണ്? വേഗത്തിൽ പറയുക. എന്തൊക്കെയാണ് നാം ഇന്ന് പഠിക്കുവാൻ ഇടയായത്? വേഗം പറയുക. പണിക്കാരൻ, ദാസൻ, സഹായി, പ്രാർത്ഥനാ മനുഷ്യൻ, പങ്കുവയ്ക്കുന്നവൻ, കൂട്ടിച്ചേർക്കുന്നവൻ,
അതിനുശേഷം എന്താണ്? റൈറ്റർ, അവൻ എഴുത്തുകാരനായിരുന്നു. അതുപോലെ തന്നെ പോരാട്ടം ചെയ്യുന്നവൻ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതിനുശേഷം വായിക്കുന്നവൻ, അധ്യാപകൻ, അതുപോലെ തന്നെ നടത്തിപ്പുകാരൻ. മോശയുടെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായ ഒരു വ്യക്തി മോശ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അനുസരിച്ച സമയം, മോശ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തിരുന്നതായ വ്യക്തി, അവൻ അറിയാതെ തന്നെ കുറെ നാളുകൾക്ക് ശേഷം വളരെ ഒരുക്കമുള്ളതായ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായ, ദൈവം വലിയവനാക്കിയ വ്യക്തിയായിട്ട് അവൻ നല്ലൊരു ലീഡറായിരുന്നു. അതാണ് 12-ാമത്തേത്. അത് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഇതിൽ ചേർക്കുവാൻ ഇടയാകാഞ്ഞത്. എന്താണ്? അവൻ നല്ലൊരു നായകനായിരുന്നു, ദൈവത്താൽ ഉയർത്തപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇന്നുള്ളതായ ക്രിസ്തീയ സഭകളിൽ നിന്ന് നേതാക്കന്മാർ എഴുന്നേൽക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവസഭകളിൽ നിന്ന് ദൈവദാസന്മാർ എഴുന്നേൽക്കാത്തത്? ദൈവദാസന്മാർ ദൈവത്തിൻ്റെ സേവ ചെയ്യുന്നത് മറന്നിട്ട് ഇന്ന് അവരുടെ ഇഷ്ടം പോലെയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒരു 4 പടികൾ കയറിയിട്ട് 5-ാമത്തെ പടി കയറാതെ ഇതെനിക്ക് മതി എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നു? ദൈവം നമ്മെ ഉയർത്തുന്നതുവരെയും കാത്തു നിൽക്കാതെ, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതുവരെയും ദൈവത്തിന് വേണ്ടി കാക്കാതെ എന്തുകൊണ്ടാണ് നാം പ്രയോജനമില്ലാത്തവരായിട്ട് മാറുന്നത്? ഇന്ന് അനേകം വ്യക്തികളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കുന്നതിൻ്റെ നോക്കുക, ഒരു തവള കിണറ്റിൽ വീഴുവാനിടയായി. അതിന് മുകളിൽ കയറുന്നതിന് വേണ്ടി ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുകയാണ്. ഒരു 2-3 സ്റ്റെപ്പ് മുകളിലോട്ട് കയറും, 3 സ്റ്റെപ്പ് താഴേക്ക് അതുപോലെ പോകും. എല്ലാ ദിവസവും 2-3 പടി മുകളിൽ കയറും. വൈകുന്നേരമാകുമ്പോൾ അതുപോലെ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് വെള്ളത്തിലേക്കാണ് വീഴുന്നത്. വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 2 പടി മുകളിലേക്ക് കയറുവാനിടയായി. അവിടെ നിന്നും 1 പടി കൂടെ മുകളിലേക്ക് കയറാതെ 3 പടി താഴേക്കാണ് വരുന്നത്. അതായത് വെള്ളത്തിലേക്ക് വീഴുന്നു. അങ്ങനെ എല്ലാ ദിവസവും മുകളിലേക്ക് ചാടും, താഴേക്കിറങ്ങും, മുകളിലേക്ക് ചാടും, താഴേക്കിറങ്ങും, മുകളിലേക്ക് ചാടും, താഴേക്കിറങ്ങും. അങ്ങനെ പ്രായം ചെന്നിട്ട് അവസാനം ചാകാനിടയായി. എവിടെയാണ്? അവിടെ തന്നെ. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് നാം ദിനവും അഭിവൃദ്ധി പ്രാപിക്കാത്തത്? ദൈവത്തിൻ്റെ വചനം നമ്മെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു, പരിപൂർണതയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്നലത്തെ ഭക്തി ഇന്ന് മതിയാകില്ല, ഇന്നത്തെ ഭക്തി നാളേക്ക് മതിയാകില്ല. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് അതാത് ദിവസത്തിന് ആവശ്യമായുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് അന്ന് പ്രവർത്തിക്കേണ്ടതെന്ന്, ഏതെല്ലാം കാര്യങ്ങളാണ് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് അതാത് ദിവസം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ചോദിക്കണം. അങ്ങനെ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട് നാം പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് നാം മാറും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. നിന്റെ കൃപ ഞങ്ങളുടെ മേൽ നീ പകരണമേ. നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ നീ പകരുമാറാകണമേ. ആത്മീയതയിൽ തണുത്തുപോയവരെ നീ കത്തി ജ്വലിപ്പിക്കുമാറാകണമേ. വചനം ധ്യാനിക്കുന്നതിൽ പിന്മാറിപ്പോയിരിക്കുന്നു, പ്രാർത്ഥനയിൽ ബലഹീനരായി പോയിരിക്കുന്നു, വചനം കേൾക്കാതെ മാറി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാറി നിൽക്കുന്നത്. ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. കുടുംബക്കാരെ പോലും യേശുവിന് വേണ്ടി നേടുവാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ യൗവനക്കാരോട് നീ കരുണ കാണിക്കണമേ. മോശയെ പോലെയുള്ള ആളുകൾ യൗവനക്കാരുടെ നടുവിൽ നിന്ന് എഴുന്നേൽക്കണം. മിസ്രൈമിയ ധനത്തേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ദയാണ് ഏറ്റവും വലുതെന്ന് എണ്ണുന്ന ആളുകളെ എഴുന്നേൽപ്പിക്കണമേ. യോശുവെ പോലെയുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഏത് ജോലിയും തയ്യാറുള്ളതായ, സമർപ്പണമുള്ളതായ ആളുകളെ നീ എഴുന്നേൽപ്പിക്കണമേ. പൗലോസിനെ പോലെയുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിന് വേണ്ടിയുള്ളവനാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു. ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, ക്രിസ്തുവിന് വേണ്ടി തന്നെ എന്ന് പറഞ്ഞ് ധീരതയോടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അന്ത്യത്തോളം നിന്നതായ പൗലോസിനെ പോലെയുള്ള ആളുകളെ എഴുന്നേൽപ്പിക്കണമേ. നിന്റെ വചനം ഞങ്ങൾ കേട്ടിട്ട് ആ വചനം എല്ലാം തന്നെ ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് ആ വചനപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും,
നീ മാത്രം രാജാവെന്നും നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ